ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തികയുടെ വീടാണ്. അനഘയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുകയാണ് അനിരുദ്ധ്. അവൾ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് അവന്തിക പറയുമ്പോൾ ഞാൻ പോയി വിളിച്ചു നോക്കാമെന്നും വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും അനിരുദ്ധൻ പറയുന്നു. അതേസമയമാണ് സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് അനിരുദ്ധൻ പറയുകയാണ്, അയാള് എന്നെ കാണണ്ട, ഞാൻ മറഞ്ഞു നിൽക്കാം. അങ്ങനെ മൂർത്തിയും അയാളും കൂടി അവിടുന്ന് മറഞ്ഞു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സേതുവിനെ കണ്ടയുടൻ തന്നെ ഓടിച്ചെന്ന് സേതുവിന്റെ കാൽക്കൽ വീഴുകയാണ് അവന്തിക. എനിക്കറിയായിരുന്നു അച്ഛൻ എന്നെ കാണാൻ വരുമെന്ന്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയ തെറ്റുകളാണ് എല്ലാം. ഇനിയൊരിക്കലും അങ്ങനെയൊന്ന് എന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്നും അവന്തിക പറയുമ്പോ സേതു ദേഷ്യത്തോടെ പറയുകയാണ്, നാടകം മതിയാക്കി എഴുന്നേൽക്കാൻ നോക്ക്. നിന്റെ അഭിനയത്തിന് ഇപ്പോ പണ്ടത്തെ അത്ര ശക്തിയൊന്നുമില്ല. നിന്റെ കരച്ചിൽ കാണാനും നിന്നെ തിരികെ വിളിച്ചുകൊണ്ട് പോകാനും ഒന്നുമല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സേതു. അത് തുറന്നു നോക്കിയതിനു ശേഷം അവന്തിക പറയുകയാണ്, എന്താ അച്ഛാ ഇത്? എന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ തെറ്റുപറ്റിയെന്ന് കരുതി എന്നെ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളെ ആരെയും കാണാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ, നന്ദന്റെ ജീവിതത്തിൽ ഇനി നീ വേണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് നീ ഇതിൽ ഒപ്പിട്ട് തരണമെന്നും സേതു പറയുന്നു. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. പകരം നീ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരണം. എല്ലാം ഇതുകൊണ്ട് അവസാനിക്കട്ടെ എന്ന് സേതു പറയുമ്പോ അവന്തിക പറയുകയാണ്, അവസാനിക്കാനോ? എന്തവസാനിക്കാൻ? ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ്. ഇത് കേൾക്കുന്ന സേതു ഞെട്ടലോടെ അവന്തികയെ നോക്കുമ്പോ അവന്തിക പറയുകയാണ്, എന്റെ അച്ഛന്റെ ചലനമറ്റ ശരീരം കണ്ടപ്പോൾ മുതൽ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടുമുള്ള വൈരാഗ്യം എന്റെ മനസ്സിൽ ഉടലെടുത്തതാണ്. മനസ്സുകൊണ്ടെങ്കിലും എന്റെ അച്ഛനോട് മാപ്പ് പറയാനായിട്ടായിരിക്കും ദൈവം ഇപ്പോ നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെയും കൂട്ടിക്കൊണ്ട് വീടിന്റെ അകത്തേക്ക് പോവുകയാണ് അവന്തിക. നോക്ക്, ഇനിയും നിമജ്ജനം ചെയ്യാത്ത എന്റെ അച്ഛന്റെ ചിതാഭസ്മമാണിത്. എന്റെ അച്ഛന്റെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. നെല്ലിശ്ശേരി വീടിന്റെയും നിങ്ങളുടെയും ഒക്കെ തകർച്ച പൂർണ്ണമായാൽ മാത്രമേ ഞാനിത് ഗംഗയിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുകയുള്ളൂ. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ചതിയനാണ് നിങ്ങളെന്ന് അവന്തിക പറയുമ്പോ സേതു പറയുകയാണ്, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാൻ കാരണമല്ല നിന്റെ അച്ഛന് ചതി പറ്റിയത്. വാക്ക് തെറ്റിച്ചത് നിന്റെ അച്ഛൻ തന്നെയാ. ഇതെല്ലാം കേൾക്കുന്ന അനിരുദ്ധൻ മനസ്സിൽ പറയുകയാണ്, ഇയാളിനി എല്ലാം വിളിച്ചു പറയുമോ? ഒരു വിധമാണ് ഞാനെല്ലാം കരക്കടുപ്പിച്ചിപ്പോ നിൽക്കുന്നത്. തുടർന്ന് സേതു പറയുകയാണ്, ഞാനും നിന്റെ അച്ഛനും കൂടി ലേലം പിടിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞപ്പോ അവസാനം പണമില്ലെന്ന് പറഞ്ഞ് പിന്മാറിയത് നിന്റെ അച്ഛനായിരുന്നു. അല്ല, ഒരിക്കലുമില്ല. നിങ്ങള് കള്ളം പറയുന്നതാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവന്തികെ. ശരിക്കും നിന്റെ അച്ഛനാണ് എന്നെ ചതിച്ചത്. നിന്റെ മനസ്സിലാരോ വിഷം കുത്തി വെച്ചിരിക്കുകയാണെന്ന് സേതു പറയുമ്പോ, ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്നും ഇപ്പൊ തന്നെ ഇറങ്ങിക്കൊള്ളാനും അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, നീ ഇതിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇനി നീ നെല്ലിശ്ശേരിയിൽ ഉണ്ടാകില്ല. അതുകൂടി പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്കിഷ്ടമുള്ളതെന്തും നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സേതു അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സേതു പോയതിനു ശേഷം അനിരുദ്ധൻ മുകളിലേക്ക് ചെല്ലുമ്പോ അവന്തിക പറയുകയാണ്, അയാള് ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരും. അന്ന് അയാൾ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ അയാളെ മാപ്പ് പറയിപ്പിച്ചിരിക്കും. ആ ചതിയനെ മുന്നിൽ കണ്ടാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും. അതാ ഞാൻ മാറി നിന്നതെന്ന് അനിരുദ്ധനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി സന്തോഷത്തോടെ അർച്ചനയ്ക്ക് ആഹാരം കൊടുക്കുന്നതാണ്. സച്ചിയേട്ടൻ കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോ സച്ചി പറയുകയാണ്, എടോ താൻ വിഷമിക്കാതെ, താനില്ലെങ്കിലും തന്റെ കുറവൊന്നും അറിയിക്കാതെ തന്നെയാണ് അനഘയും സ്നേഹയും ഒക്കെ തന്നെ അവളെ നോക്കുന്നത്. എന്നാലും സച്ചിയേട്ടൻ എന്ന് അർച്ചന പറയുമ്പോൾ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യ സച്ചിയെ വിളിക്കുന്നതാണ്. സച്ചി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. സച്ചി ഒരു പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ പേഷ്യന്റ് ഇപ്പോൾ ഇവിടെയുണ്ട്. വാർഡ് നമ്പർ 5 വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നും സന്ധ്യ പറയുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്യുമ്പോൾ, എന്താ വിളിച്ചതെന്ന് അർച്ചന ചോദിക്കുന്നു. അറിയില്ല, അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി സന്ധ്യയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും നെല്ലിശ്ശേരിയിൽ സേതുവിനെ കാത്തിരിക്കുന്നതാണ്. സേതുവിനെ കണ്ടുകൊണ്ട് തന്നെ ഡിവോഴ്സ് പേപ്പർ ചേച്ചി ഒപ്പിട്ട് തന്നോ എന്ന് അനഘ ചോദിക്കുമ്പോ സേതു ഒന്നും മിണ്ടാതെ വിഷമത്തോടെ ഇരിക്കുകയാണ്. എന്താച്ചാ, എന്താ പറ്റിയതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സേതു ഓർക്കുകയാണ്. അച്ഛനോട് അവരെന്തെങ്കിലും മോശമായി പെരുമാറിയോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോ നന്ദനെയും ഈ കുടുംബത്തെയും എത്രമാത്രം ദ്രോഹിക്കാമോ അങ്ങനെ ദ്രോഹിക്കാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സേതു പറയുന്നു. ഇത്രയും കാലം നമ്മൾ എന്താണെങ്കിലും സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ലെന്ന് ആതിര പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അവന്തിക ചെന്ന് കാണാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവന്തിക ഡിവോഴ്സ് പെറ്റീഷനിൽ എന്താണെങ്കിലും ഒപ്പിട്ട് തരില്ലെന്ന് തന്നെ സേതു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ലക്ഷ്മി പറഞ്ഞ പേഷ്യന്റിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ ആ വാർഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് സന്ധ്യ. അകത്ത് ബെഡിൽ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്ന പേഷ്യന്റാണ് ലക്ഷ്മി പറഞ്ഞ ആളെന്ന് സന്ധ്യ പറയുന്നു. അതേസമയം അകത്ത് ബെഡിൽ കിടക്കുന്ന ലച്ചുവിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. ലക്ഷ്മിയും സച്ചിയും തമ്മിൽ എന്താ ബന്ധമെന്ന് സന്ധ്യ ചോദിക്കുമ്പോ
ഒന്നും പറയാനാകാതെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ ബെറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.